ിലേക്ക് തിരിഞ്ഞാണ് ലോകം മുഴുവൻ നിസ്കരിക്കുന്നത്. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും കാല് കാബിലേക്ക് നീട്ടിയിരിക്കാൻ പാടില്ല. സ്ത്രീകൾ ശ്രദ്ധിക്കുക, ഉമ്മമാരാണ് അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. കാബിലേക്ക് കാല് നീട്ടിയിരിക്കാറുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ്, പാടില്ല, ശ്രദ്ധിക്കണം. അങ്ങനെ കാല് നീട്ടണം. വേദനയാണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് ഇരിക്കും, തെക്ക് വടക്കോട്ട് മാറി അങ്ങനെ ഇരിക്കും. നീട്ടൽ പാടില്ല. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്? കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ്. ശ്രദ്ധിക്കണം. വടക്ക് തല വെച്ച് തെക്കോട്ട് കാല് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായി വലത്തോട്ട്. ഇപ്പം അവിടെയാണ്, അതാണ് കിബിലയെങ്കിൽ അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വലത് കൈയുടേതാകുന്ന ഉൾഭാഗം നമ്മളെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് കടന്നിരുന്നത്. ആദ്യം അങ്ങനെ കിടക്കണം. ചിലർക്കൊന്നും വലത്തെ കൈ ഇങ്ങനെ കവിളിലോട്ട് വെച്ച് കിടക്കാൻ പറ്റൂല. കാരണം കൊളസ്ട്രോൾ, തടി കൂടിയായിട്ട് കൈ ഇങ്ങനെ വരുന്നുള്ളൂ. കടന്നു നോക്ക് വൈകിട്ട് പോയിട്ട്, അപ്പോൾ അറിയാം അവസ്ഥ. ഞാൻ അങ്ങനെ പറ്റിയില്ലെങ്കിലും വലതുവശം ചെരിഞ്ഞ് തലകണ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കും. അങ്ങനെ കടന്നതിന് ശേഷമാണ് പിന്നെ നേരെ മലർന്ന് കിടക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കാനേ പാടില്ല. അതൊക്കെ പഠിക്കണം. കമിഴ്ന്ന് കിടക്കൽ മുസ്ലിമീങ്ങളുടെ ചര്യയല്ല. ഒരാൾ ഉറക്കത്തിൽ അറിയാതെ കമിഴ്ന്നു പോയി, അതല്ല വിഷയം. മനഃപൂർവ്വം ആദ്യം തന്നെ ചെന്നിട്ട് കമിഴ്ന്നു കിടക്കുക, നല്ല ശീലത്തിൽ പെട്ടതല്ല. വലതുവശം അല്ലെങ്കിൽ നേരെ മലർന്നു കിടക്കുക. കണ്ടോ, കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആദ്യം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തണം? കിബിലയിലേക്ക് ചെരിച്ച് കിടത്തണം. ശരിക്കും ശ്രദ്ധിക്കണേ. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസ്അല ഫത്ഹുൽ മുഈനിൽ കാണാം. യജിബു നബ്ശുൽ ഖബർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഖബറിൽ കടക്കുന്ന വ്യക്തിയെ കിബിലയ്ക്ക് തെറ്റിയിട്ടാണ് കടത്തിയത് എങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ പൊളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ കിബില കൊള്ള കിടത്തണം. മനസ്സിലാകുന്നുണ്ട്? കിബിലയുടെ പ്രാധാന്യം പറയുന്നു, അത്രമേൽ പ്രാധാന്യമാണ്. ഒരാൾ മരിച്ചിട്ട് അയാളെ ഖബറടക്കിയപ്പോൾ എങ്ങനെ കടത്തി? ചെരിച്ച് കടത്തി അല്ലെങ്കിൽ നേരെ കടത്തി ഖബറടക്കി. അടക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അതെ കിബിലയ്ക്ക് തിരിച്ചല്ല കടത്തിയിരിക്കുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എങ്കിൽ ഖബർ പൊളിക്കണം. ഖബർ വേഗം തന്നെ വന്ന് മാന്തിയിട്ട് അയാളെ തിരിച്ചു കിടത്തണം. അല്ലാതെ ഖബർ പൊളിക്കാൻ പാടില്ല. ഖബർ പൊളിക്കേണ്ട മസലയെ പറഞ്ഞു. അതുപോലെ ഒരാൾ വന്നിട്ട് പറയാം, എൻ്റെ വിലപ്പെട്ട ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരം അതിൽ പോയി, അല്ലെങ്കിൽ നല്ല വിലപ്പെട്ട ഒരു സംഭവം അതിൽ പോയിട്ടുണ്ട്, എനിക്കത് കിട്ടണം. അയാൾ വാശി പിടിക്കുക. എങ്കിൽ ഖബർ പൊളിക്കൽ നിർബന്ധം. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസല പറയുന്നുണ്ട് ഫത്ഹുൽ മുഈനിൽ. അതിൽ കാണാം, ഇങ്ങനെയുള്ള സംഗതികൾക്കേ ഖബർ പൊളിക്കാവുള്ളൂ. അതിൽപ്പെട്ടതാണ് കിബിലയ്ക്ക് തെറ്റി വന്നു എന്ന് കണ്ടാൽ ഖബർ പൊളിക്കാവൂ. ശരിക്കും ശ്രദ്ധിക്കണേ, മസലയാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കിബില പറഞ്ഞു, കഅബ കൊള്ളേ തിരിയണം. എന്തുകൊണ്ട്? അത് ചെറിയ കാര്യമല്ല.